എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ ഞായറാഴ്ച യോഗിനി ഏകാദശിയാണ്. എല്ലാ ഏകാദശികളും നമ്മൾ നോൽക്കുന്നത് അതീവ വിശേഷമാണ്. സാധിക്കാവുന്ന ആൾക്കാരൊക്കെ ഏകാദശി വ്രതം എടുക്കുക തന്നെ വേണം. വളരെ ഉത്തമമായിട്ടുള്ളതാണ് ഏകാദശി വ്രതം നോൽക്കുക എന്നുള്ളത്. കാരണം വിഷ്ണു പ്രീതിക്ക് ഇതിനേക്കാൾ വലിയൊരു കാര്യം വേറെയില്ല. നമുക്ക് ഉണ്ടാവുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അതൊക്കെ മാറിപ്പോവാൻ ഈ ഏകാദശി വ്രതം നോറ്റാൽ തന്നെ മതി. അതിൻ്റെ കൂടെ നാരായണ നാമം ധാരാളമായിട്ട് ജപിക്കുകയും കൂടി വേണം. നമുക്ക് ജീവിതത്തിലുണ്ടാവുന്ന അല്ലെങ്കിൽ നമുക്കറിയില്ല അടുത്ത ദിവസം എന്ത് സംഭവിക്കുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇന്ന് ചെയ്യുന്ന കാര്യം ഏറ്റവും നല്ലതായിട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അത് എന്ത് കാര്യമായാലും ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിപ്പോൾ നാളെ ഞായറാഴ്ചയാണ്, എല്ലാവരും വീട്ടിൽ തന്നെ ഉള്ള ദിവസമാണ്. തീർച്ചയായിട്ടും ഏകാദശിയൊക്കെ നോൽക്കാൻ സാധിക്കും. എല്ലാവർക്കും സാധിക്കുന്ന ആൾക്കാരൊക്കെ ഏകാദശി വ്രതം എടുക്കുക, അമ്പലത്തിലൊക്കെ പോയി ഭഗവാനോട് പ്രാർത്ഥിക്കുക. നമുക്ക് ചെയ്യാൻ ഇതൊക്കെ തന്നെയല്ലേ പറ്റുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാലത്തല്ല നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ നമ്മളെക്കൊണ്ട് സാധിക്കാവുന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ചെയ്യുക. എല്ലാവർക്കും ഈ ഏകാദശി നോൽക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഭഗവാനോട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഭഗവാന്റെ നാമങ്ങൾ ധാരാളമായിട്ട് ജപിക്കുക. ഏകാദശി വ്രതത്തിൻ്റെ കാര്യമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. വളരെ ശുദ്ധമായിട്ടുള്ള ആഹാരം നമ്മൾ കഴിക്കാതെ ഇരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ ഒരു കാലത്ത് എല്ലാവർക്കും അതിനൊന്നും സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ ഭക്ഷണം എന്തൊക്കെയാണോ നമ്മൾ ഇന്നൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ കഴിയുന്ന ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട്, അതാണല്ലോ വേണ്ടത്. ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് മനസ്സിൽ ഭഗവാന്റെ രൂപം ധ്യാനിച്ചുകൊണ്ട് നാരായണ നാമം ധാരാളമായിട്ട് ജപിച്ചുകൊണ്ട് ഈ ഏകാദശി വ്രതം നോക്കൂ. നമ്മുടെ കഷ്ടപ്പാടുകൾ എന്തുണ്ടെങ്കിലും അതൊക്കെ മാറിക്കോളും. കാരണം ഏകാദശി വ്രതം എടുത്താലുള്ള പുണ്യം എന്നുള്ളത് നമുക്കൊരു ചെറിയ സമയം കൊണ്ട് പറഞ്ഞാൽ തീരാവുന്ന അത്രയും അല്ല ഉള്ളത്, ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നും വിചാരിക്കേണ്ട, ഭഗവാനെ പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക, മുഴുവനായിട്ടും ഭഗവാനിലേക്ക് അലിഞ്ഞു ചേരുക, ഭഗവാന് സമർപ്പിക്കുക. വരുന്നതെന്തും നമുക്ക് നേരിടുന്നതെന്തും ഭഗവാനായിട്ട് സമർപ്പിക്കുക. അപ്പോൾ പിന്നെ നമുക്ക് വിഷമങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു നല്ല നമ്മുടെ മനസ്സൊന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ സാധാരണ ആൾക്കാരാണ്. അത്രയും ഉയരങ്ങളിലൊന്നും എത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ പല ആൾക്കാരും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഭഗവാനിലേക്ക് നമ്മളെന്തും സമർപ്പിക്കുക. വിഷമങ്ങളോ എന്തായാലും ഭഗവാനിലേക്ക് സമർപ്പിക്കുക. തീർച്ചയായിട്ടും നമുക്ക് ഭഗവാൻ നല്ലതേ തരൂ. നമ്മൾ ആ നല്ലതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ നല്ല നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യം എന്തായാലും അത് നല്ലതായിട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക. എല്ലാവർക്കും നല്ലത് ചെയ്തു കൊടുക്കുക. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.